Good morning to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനലിറ്റിക്കൽ ഡാറ്റ. ആദ്യമായി സാമ്പിൾ എന്താണെന്ന് നോക്കാം. The limited set of data of finite number of values is called the sample. സ്റ്റാറ്റിസ്റ്റിക്സിൽ കാൽക്കുലേഷൻസ് ചെയ്യുന്നതിനായി നമ്മൾ എടുക്കുന്ന ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് വാല്യൂസ് അതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ഈ സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പോൾ പോപ്പുലേഷനും സാമ്പിളും എന്താണെന്ന് നമുക്ക് കൂടുതൽ വിശദമായിട്ട് നോക്കാം. നമ്മൾ ടൈട്രേഷൻ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ മൂന്ന് പ്രാവശ്യം നമുക്ക് ലഭിക്കുന്ന വാല്യൂസ് ഉപയോഗിച്ചാണ് നമ്മളിന്റെ ബാക്കി കാൽക്കുലേഷൻസ് ചെയ്യുക. പക്ഷെ നമ്മൾ നാലാമതും അല്ലെങ്കിൽ 5, 6, 7 എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാല്യൂസ് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് കിട്ടും. പക്ഷെ അതിന് ഒരുപാട് ടൈം ആവശ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചെറിയൊരു ഡാറ്റ ആ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് മെഷർമെന്റ്സിന് പകരം നമ്മൾ വളരെ ചെറിയൊരു ഫൈനൈറ്റ് ടൈമിൽ വളരെ കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടാണ് കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലിമിറ്റഡ് സെറ്റ് ഓഫ് ഡാറ്റയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഫിനൈറ്റ് ടൈം, നമ്മുടെ മുൻപിൽ ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും മെഷർ ചെയ്ത് അതിന്റെ കാൽക്കുലേഷൻ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു വാല്യൂസ് ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമാജിനേഷൻ മാത്രമാണ്, കാരണം അതൊരിക്കലും പ്രാക്ടിക്കലായ ഒരു കാര്യമല്ല. അപ്പോൾ അതാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ the limited set of data of finite number of value is called a sample, which is regarded as a subset of universe of data that exists only in imagination and is called the population. Next, sample mean and population mean. The sample mean is the mean of the sample of measurement. അതായത് നമ്മൾ ഒരു മെഷർമെന്റ് നടത്തി നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സാമ്പിൾ വാല്യൂ, ആ ഒബ്സർവേഷൻ, സാമ്പിളിന്റെ ഒബ്സർവേഷൻസിന്റെ എല്ലാ മീനിനെയാണ് നമ്മൾ സാമ്പിൾ മീൻ എന്ന് പറയുന്നത്. എ ഫൈനൈറ്റ് നമ്പർ ഓഫ് മെഷർമെന്റ്സ് ഡ്രോൺ ഫ്രം പോപ്പുലേഷൻ ഡാറ്റ. അതായത് പോപ്പുലേഷൻ ഡാറ്റയിൽ നിന്ന് നമ്മൾ വളരെ കുറച്ച് അളവിൽ മാത്രം സാമ്പിൾസ് കളക്ട് ചെയ്ത് നമ്മൾക്ക് ലഭിക്കുന്ന ഒബ്സർവേഷൻസ്, അതിനാണ് നമ്മൾ സാമ്പിൾ മീൻ എന്ന് പറയുന്നത്. അടുത്തത് പോപ്പുലേഷൻ മീൻ. The population mean is the mean of the entire population of data. അതായത് നമ്മൾ പോപ്പുലേഷന്റെയും സാമ്പിളിന്റെയും ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ പോപ്പുലേഷനകത്ത് ഒരുപാട് ഡാറ്റാസ് ഉണ്ടാകും. ആ എൻറ്റയർ പോപ്പുലേഷന്റെ ഡാറ്റയുടെ മീനിനെയാണ് നമ്മൾ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത്. മീൻ കണ്ടുപിടിക്കുന്നതിന് ആകെ ബൈ എണ്ണമാണ്, അതായത് ടോട്ടൽ ബൈ നമ്പേഴ്സ്. ഇവിടെ പോപ്പുലേഷനിലെ ആകെ ഒബ്സർവേഷന്റെ സമ്മിനെ ടോട്ടൽ നമ്പേഴ്സ് കൊണ്ട്, എത്ര എണ്ണമാണോ നമ്മൾ ഒബ്സർവേഷൻ എടുത്തത് ആ എടുത്തിരിക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് പോപ്പുലേഷൻ മീൻ കിട്ടുന്നത്. അപ്പോൾ പോപ്പുലേഷൻ മീനിനെ സൂചിപ്പിക്കുന്നത് ന്യൂ എന്ന ലെറ്റർ കൊണ്ടാണ്. ഇവിടെ n എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വാല്യൂ ആയിരിക്കും, കാരണം n അപ്രോച്ച് ടു ഇൻഫിനിറ്റി ആയിരിക്കാം. കാരണം എന്തായിരിക്കാം, ഒരുപാട് നമ്പർ ഓഫ് മെഷർമെന്റ്സ് നടത്തിയതിനു ശേഷമാണ് നമുക്ക് പോപ്പുലേഷന്റെ മുഴുവൻ ഡാറ്റാസും കിട്ടുക. അതുകൊണ്ട് തന്നെ n എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. The term standard deviation is commonly used in statistics as measure of precision. അപ്പോൾ precision മെഷർ ചെയ്യുന്നതിനുള്ള രണ്ടാമത്തെ ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. The quantity is obtained by the summation of the squares of the individual deviation from the mean dividing the sum by n-1. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ വഴിയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ s കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. Standard deviation is obtained by the summation of squares of the individual deviation from the mean dividing the sum by n-1. Standard deviation obtained by the summation of squares of individual deviation. ഇതാണ് നമ്മുടെ summation of squares of individual deviation. xi എന്ന് പറയുന്നത് നമ്മൾ ഓരോ തവണ മെഷർ ചെയ്യുമ്പോൾ കിട്ടിയ വാല്യൂസ് ആണ് xi. x bar എന്ന് പറഞ്ഞാൽ
ഈ എല്ലാ വാല്യൂസിന്റെയും കൂടെയുള്ള ആവറേജ് ആണ് എക്സ് ബാർ. അപ്പോൾ ഇവ തമ്മിലുള്ള ആ ഒരു ഡീവിയേഷൻ, എക്സ് ഐയും എക്സ് ബാറും തമ്മിലുള്ള വ്യത്യാസം അഥവാ ആ ഒരു ഡീവിയേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ആ ഡീവിയേഷന്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ വാല്യൂസിനെയും നമ്മൾ എക്സ് ബാർ കൊണ്ട് മൈനസ് ചെയ്യുക. ഓരോ വാല്യൂസിൽ നിന്നും എക്സ് ബാർ മൈനസ് ചെയ്ത് ആ കിട്ടിയ ഉത്തരത്തിന്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുക. ഇങ്ങനെ കിട്ടിയ എല്ലാ സ്ക്വയേഴ്സിന്റെയും സമ്മിനെ n-1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അപ്പോൾ n-1 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു എസ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷനും xi എന്ന് പറഞ്ഞാൽ ഓരോ മെഷർമെന്റ്സ് നടത്തുമ്പോഴും നമുക്ക് ലഭിച്ച വാല്യൂ ആണ് xi. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷന്റെ ആകെ മീൻ ആണ് എക്സ് ബാർ എന്ന് പറയുന്നത്. സാമ്പിളിൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉപയോഗിച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. S equal to root of summation of xi square minus summation of xi square divided by n whole divided by n minus 1. ഇവിടെ xi എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓരോ മെഷർമെന്റ്സ് നടത്തിയപ്പോഴും നമുക്ക് ലഭിച്ച ഒബ്സർവേഷൻ, അതാണ് xi. അപ്പോൾ ഇങ്ങനെ ലഭിച്ച എല്ലാ മെഷർമെന്റ്സിന്റെയും സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആ സ്ക്വയേഴ്സ് എല്ലാം പരസ്പരം ആഡ് ചെയ്യുക. അങ്ങനെ കിട്ടുന്നതാണ് xiയുടെ സ്ക്വയർ. ആ കിട്ടിയ വാല്യൂവിൽ നിന്ന് നമ്മൾ xiയുടെ സമ്മേഷൻ, അതായത് എല്ലാ xiനെയും പരസ്പരം ആഡ് ചെയ്തിട്ട് അതിന്റെ സമ്മേഷൻ നടത്തി എല്ലാ xiനെയും പരസ്പരം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സം കിട്ടും. അങ്ങനെ ലഭിച്ച ആ ഒരു വാല്യൂവിന്റെ സ്ക്വയറിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശേഷം n-1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മുടെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗം. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലെ മറ്റൊന്നാണ് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. The standard deviation for a population data, that is for infinite set of data, is referred to as population standard deviation. അതായത് ഇൻഫൈനൈറ്റ് സെറ്റ് ഓഫ് ഡാറ്റയിൽ നിന്നും നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഫൈനൈറ്റ് നമ്പർ ഓഫ് മെഷർമെന്റ്സ് നടത്തി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് സിഗ്മ കൊണ്ടാണ് നമ്മൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സൂചിപ്പിക്കുന്നത്. സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ ഓഫ് xi മൈനസ് ന്യൂ ഓൾ സ്ക്വയർ ബൈ n ആണ്. അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെഷർമെന്റ്സ് അഥവാ നമ്മൾ ഓരോ പ്രാവശ്യം മെഷർ ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച ആ ഒബ്സർവേഷനെ അതിന്റെ മീനിൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പോൾ മീനും ഒബ്സർവേഷനും തമ്മിലുള്ള ആ വ്യത്യാസത്തിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ആ സ്ക്വയർസിന്റെ എല്ലാ സമ്മേഷനെ ടോട്ടൽ നമ്പർ ഓഫ് മെഷർമെന്റ് കൊണ്ട് അഥവാ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ n-1 ആയിരുന്നു സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കേസിൽ. എന്നാൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുമ്പോൾ അവിടെ n-1 പകരം n മാത്രം മതി. അതേപോലെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ നമ്മൾ xi മൈനസ് എക്സ് ബാർ ആയിരുന്നു. അവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സാമ്പിളിന്റെ മീൻ ആയിരുന്നു. എന്നാൽ ഇവിടെ ന്യൂ ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷന്റെ മീൻ ആണ്. കൂടുതൽ വ്യക്തമാകുന്നതിനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. For titrating 10 ml of solution with the help of a microburette, the volume of titrant used are 9.98, 9.99, 9.98, 9.95, 10 and 10.02. Calculate standard deviation. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ രണ്ട് തരം ഇക്വേഷൻ പഠിച്ചിരുന്നു. ഏതെല്ലാമായിരുന്നു ആ ഇക്വേഷൻ? നമുക്ക് ഈ ഇക്വേഷൻ വെച്ചൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമ്മൾ
ഒബ്സർവേഷണൽ ഡാറ്റ, ഒബ്സർവേഷൻസിന്റെ എല്ലാം സ്ക്വയർ കണ്ടുപിടിക്കുക, സ്ക്വയറിന്റെ സം ചെയ്യുക. അപ്പോൾ ഒബ്സർവേഷൻസിന്റെ എല്ലാം സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് സ്ക്വയറിന്റെ ടോട്ടൽസ് കണ്ടുപിടിക്കുക. അതേപോലെ ഇവിടെ രണ്ടാമത്തെ ടേംസിൽ എല്ലാ ഒബ്സർവേഷനും തമ്മിൽ കൂട്ടിയതിന് ശേഷം ആ കൂട്ടി കിട്ടിയ തുകയുടെ സ്ക്വയർ കണ്ടുപിടിക്കുക. പിന്നീട് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശേഷം സമ്മേഷൻ ഓഫ് xi സ്ക്വയർ മൈനസ് സമ്മേഷൻ ഓഫ് xi സ്ക്വയർ ഡിവൈഡ് ബൈ n-നെ n-1 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ മെഷർമെന്റ്സ് നടത്തി 6 മെഷർമെന്റ്സ് അഥവാ 6 ഒബ്സർവേഷൻ നടത്തി ഓരോ ഒബ്സർവേഷനിലും മെഷർ ചെയ്ത വാല്യൂസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ xi-യുടെ സമ്മ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എല്ലാ xi-യും കൂട്ടി അതിന്റെ സമ്മ് കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ എല്ലാ xi അഥവാ നമ്മുടെ എല്ലാ ഒബ്സർവേഷനും കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 59.92 ആണ്. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതിനായി ആവശ്യമുള്ള മറ്റൊന്നെന്ന് പറയുന്നത് xi-യുടെ സ്ക്വയേഴ്സിന്റെ സമ്മാണ്. അപ്പോൾ നമ്മൾ ഓരോ xi-യുടെയും സ്ക്വയർ കണ്ടുപിടിക്കുക. അതായത് 9.98ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു, 9.99ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. ഇത്തരത്തിൽ എല്ലാത്തിന്റെയും സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിന്റെ സമ്മും കണ്ടുപിടിക്കുക. അപ്പോൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, എല്ലാ ഒബ്സർവേഷൻസിന്റെയും സം എടുക്കുക. 2, എല്ലാ ഒബ്സർവേഷന്റെയും സ്ക്വയറിന്റെ സം എടുക്കുക. ശേഷം നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ ഇക്വേഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് xi സ്ക്വയർ മൈനസ് എക്സിന്റെ സമ്മേഷന്റെ സ്ക്വയറിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ കിട്ടിയ എക്സിന്റെ സമ്മേഷന്റെ സ്ക്വയർ, നമ്മൾ എല്ലാ എക്സിനെയും പരസ്പരം കൂട്ടുക, എല്ലാ xi-നെയും പരസ്പരം കൂട്ടി നമുക്ക് കിട്ടിയ ആ സമ്മിന്റെ സ്ക്വയറിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ xi-യുടെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ട്, xi-യുടെ സ്ക്വയറിന്റെ സമ്മേഷൻ കിട്ടിയിട്ടുണ്ട്, അതുപോലെ xi-യും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടിയ xi-യുടെ സമ്മ്, എല്ലാ xi അഥവാ എല്ലാ മെഷർമെന്റ്സിന്റെയും സമ്മ് കണ്ടുപിടിച്ച ശേഷം ആ സമ്മിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ആ സ്ക്വയറിനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശേഷം അതിന്റെ രണ്ടിന്റെയും വ്യത്യാസം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ xi-യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് xi സ്ക്വയർ കിട്ടി, അതേപോലെ സമ്മേഷൻ ഓഫ് xi ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n-ഉം കിട്ടി. പിന്നീട് n-1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n എന്ന് പറയുന്നത് ഇവിടെ 6 ഒബ്സർവേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നത് നോക്കാം. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് xi മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n-1 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ സമ്മേഷൻ ആണ് xi മൈനസ് എക്സ് ബാർ കണ്ടുപിടിച്ചിട്ട് അതിന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 6 ട്രയലും ആ ട്രയലിലുള്ള xi-യുടെ വാല്യൂസും തന്നിട്ടുണ്ട്. ആദ്യം ഇതിന്റെ എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ കണ്ടുപിടിക്കാൻ ആവറേജ് ആണ് അഥവാ സാമ്പിൾ മീൻ ആണ്. സോ ടോട്ടലിനെ നമ്മൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.99 ആണ് ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ബാർ നമുക്ക് 9.99 ലഭിച്ചു. ഈ എക്സ് ബാറും xi-യും തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ബാറും xi-യും തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം അതിന്റെ സ്ക്വയേഴ്സും കണ്ടുപിടിക്കുക. ഇങ്ങനെ കിട്ടിയ സ്ക്വയേഴ്സിന്റെ സമ്മാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സമ്മേഷൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് xi മൈനസ് എക്സ് ബാർ. അപ്പോൾ xi മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയറിന്റെ സമ്മ് കണ്ടുപിടിച്ചിട്ട് അതിനെ n-1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടുന്നത്. അടുത്തത് റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ.
റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ച സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ അതിൻ്റെ മീൻ കൊണ്ട് അഥവാ സാമ്പിൾ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സാമ്പിളിൻ്റെ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലഭിക്കുന്നത്. അതേസമയം 100 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അതിനെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സാമ്പിൾ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും കിട്ടും. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. In a set of measurements, the following concentration of iron were reported. നമ്മുടെ മെഷർമെന്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസ് 20.2, then 20.4, 20.3, 20.1, 19.9, 20 and 19.8. കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ആവറേജ് ഡീവിയേഷൻ ഫ്രം ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, then റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ആവറേജ് ഡീവിയേഷൻ ഫ്രം ദ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. സമ്മേഷൻ ഓഫ് xi മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ n ആണ്. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് സമ്മേഷൻ ഓഫ് റൂട്ട് ഓഫ് xi മൈനസ് എക്സ് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ് 1. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ ആവറേജ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എക്സ് ബാർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എക്സ് ബാർ കണ്ടുപിടിക്കുന്നത് സമ്മേഷൻ ഓഫ് xi ഡിവൈഡ് ബൈ n ആണ്. സോ ഫസ്റ്റ് കേസ് നമ്മൾ സമ്മേഷൻ ഓഫ് xi ആണ് കണ്ടുപിടിച്ചത്. അതായത് ഓരോ മെഷർമെന്റ്സും ഉണ്ട്, ഈ മെഷർമെന്റ്സിന്റെ എല്ലാം സം എടുത്തു, അതാണ് സമ്മേഷൻ ഓഫ് xi. ഈ സമ്മേഷൻ ഓഫ് xiനെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് ബാർ കിട്ടി. എക്സ് ബാറിനെയും xiയെയും മൈനസ് ചെയ്യുക. എക്സ് ബാർ xiയിൽ നിന്നും മൈനസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സമ്മേഷൻ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് ഡീവിയേഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ബാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എക്സ് ബാറിനെ xiയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ച് ആ വ്യത്യാസത്തെ നമ്മൾ സം ചെയ്യുക. അങ്ങനെ xiയും എക്സ് ബാറും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ മൊത്തം സം, അതാണ് നമ്മൾ 1.43 എന്ന് ലഭിച്ചത് ഇവിടെ. അപ്പോൾ അതിനെ ഈ കിട്ടിയ xi മൈനസ് എക്സ് ബാറിന്റെ സമ്മിനെ വീണ്ടും n അഥവാ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾക്ക് ആവറേജ് ഡീവിയേഷൻ കിട്ടുന്നത്. അതേപോലെ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി xi മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി xi മൈനസ് എക്സ് ബാർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ xi മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയേഴ്സും കണ്ടുപിടിക്കുക. ആ സ്ക്വയേഴ്സിന്റെ സമ്മ് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ n മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. xi മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയറിന്റെ സമ്മേഷനെ n മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് ബാർ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കുന്നതിനായി നമ്മുടെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ എക്സ് ബാർ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിച്ചത്. ഒന്ന് 1/n-1 സമ്മേഷൻ ഓഫ് xi മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ ആദ്യം ഓരോ ഒബ്സർവേഷനെയും അതിന്റെ മീനിൽ നിന്നും മൈനസ് ചെയ്യുക. അങ്ങനെ മൈനസ് ചെയ്ത് കിട്ടിയ ആൻസറിന്റെ സ്ക്വയേഴ്സ് എല്ലാം കണ്ടുപിടിക്കുക. ഇങ്ങനെ കിട്ടിയ എല്ലാ സ്ക്വയേഴ്സും കൂട്ടുക. അപ്പോഴാണ് നമുക്ക് xi മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയറിന്റെ സമ്മ് കിട്ടുന്നത്. അതിനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ n മൈനസ് 1 ചെയ്യുക. അപ്പോൾ നമുക്ക് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അതേപോലെ മറ്റൊരു രീതിയിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ സമ്മേഷൻ ഓഫ്
xiയുടെ സ്ക്വയേഴ്സ്, നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻസിന്റെ എല്ലാ സ്ക്വയേഴ്സ് കണ്ടിട്ട് അതിന്റെ സമ്മേഷൻ കാണുക. അതിൽ നമ്മൾ പിന്നീട് സമ്മേഷൻ ഓഫ് xiയുടെ ഓൾ സ്ക്വയർ ബൈ n കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം കിട്ടിയ വാല്യൂവും ഈ വാല്യൂവും തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പോൾ സമ്മേഷൻ ഓഫ് xi, അതായത് എല്ലാ xiനെയും പരസ്പരം, എല്ലാ ഒബ്സർവേഷൻസിനെയും പരസ്പരം ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ആ സ്ക്വയറിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് n-1 ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നത്. പിന്നീട് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനുമാണ് ലിമിറ്റഡ് സെറ്റ് ഓഫ് ഡാറ്റ അഥവാ ഫൈനൈറ്റ് നമ്പർ ഓഫ് മെഷർമെന്റ്സ് നടത്തി നമുക്ക് ലഭിക്കുന്ന ലിമിറ്റഡ് സെറ്റ് ഓഫ് ഡാറ്റയാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. ആ സാമ്പിളിന്റെ മീനാണ് എക്സ് ബാർ എന്ന് സൂചിപ്പിക്കുന്നത്. അതേസമയം നമ്മുടെ മുന്നിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഡാറ്റാസ് ഉണ്ട്, അഥവാ നമുക്ക് ഇൻഫൈനൈറ്റ് ടൈം നമ്മുടെ മുൻപിൽ ഡാറ്റ കളക്ഷൻ അവൈലബിൾ ആണെങ്കിൽ അത്തരം കേസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അത്തരം കേസിൽ നമ്മൾ പോപ്പുലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് xi ഡിവൈഡ് ബൈ n ആണ്. ഇവിടെ നമ്പർ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് അഥവാ ഇൻഫൈനൈറ്റ് ആയിരിക്കും.